ഹായ് ഗെയ്സ്, വെൽക്കം ടു വീല്. എന്താണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിനും അതുപോലെ പാലസ്തീനും ഇടയിലുള്ള പ്രശ്നങ്ങൾ? ഇതിൻ്റെ യഥാർത്ഥ ചരിത്രം നമുക്ക് മനസ്സിലാകണമെങ്കിൽ അനേകം നൂറ്റാണ്ടുകൾ പുറകോട്ട് സഞ്ചരിക്കേണ്ടതായുണ്ട്. ഇസ്രയേൽ എന്നും പാലസ്തീനും എന്നുമെല്ലാം ഇന്നറിയപ്പെടുന്ന ഈ ഒരു ഭൂപ്രദേശം പണ്ട് കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് മറ്റ് വിവിധ പേരുകളിലായിരുന്നു. മെഡിറ്ററേനിയൻ കടലിനും അതുപോലെ ജോർദാൻ നദിക്കുമിടയിലുണ്ടായിരുന്ന ഈ പ്രദേശത്ത് ജീവിച്ചു വന്ന ജനങ്ങളെ വിളിച്ചിരുന്നത് ഇസ്രയേലിറ്റീസ് എന്നും അവർ പ്രധാനമായും പിന്തുടർന്നു പോന്ന മതം ജൂതമതവുമായിരുന്നു. എന്നാൽ പിൻകാലങ്ങളിൽ ഈ ഒരു പ്രദേശത്ത് അനേകം മാറ്റങ്ങൾ വന്ന് ഭവിക്കുകയുണ്ടായി. ഏകദേശം BC 8-ാം നൂറ്റാണ്ടോടുകൂടി ഈ ഒരു പ്രദേശത്തേക്ക് വലിയ രീതിയിലുള്ള കടന്നുകയറ്റങ്ങൾ നടക്കുകയും ഈ ഒരു പ്രദേശത്തിൻ്റെ വടക്ക് ഭാഗം അസീരിയൻ എംപയർ പിടിച്ചടക്കുകയും അതിനുശേഷം BC 586-ൽ ബാബിലോണിയന്മാർ ഈ ഒരു പ്രദേശത്ത് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി ജൂതമതക്കാർക്ക് അവരുടെ ഏറ്റവും പവിത്രമായുണ്ടായിരുന്ന ഫസ്റ്റ് ടെമ്പിൾ അല്ലെങ്കിൽ ഒന്നാം ക്ഷേത്രം ഈ ഒരു ആക്രമണങ്ങളിൽ കൂടെ തകർക്കപ്പെടുകയും സ്വന്തം നാടായ ഈ ഒരു പ്രദേശം വിട്ട് പലായനം ചെയ്ത് പുറത്തു പോകേണ്ടതായി വന്നു. കാരണം അന്ന് ബാബിലോണിയന്മാർ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളായിരുന്നു ജൂതൻ ജനതയുടെ മുകളിൽ അന്ന് നടത്തിയിരുന്നത്. അതിനുശേഷം കാലം മാറുകയും ഭരണം മാറി വരികയും പേർഷ്യൻ ഭരണാധികാരികളുടെ കയ്യിൽ ഈ ഒരു പ്രദേശം എത്തിച്ചേരുകയും ചെയ്തു. അന്നത്തെ പേർഷ്യൻ രാജാവായിരുന്ന സൈറസ് ദ ഗ്രേറ്റ് ജൂതന്മാർക്ക് അവരുടെ ജന്മനാടായ ഈ ഒരു പ്രദേശം തിരികെ നൽകുവാനും കൂടാതെ തകർക്കപ്പെട്ടു പോയ വിശുദ്ധമായ ഒന്നാം ടെമ്പിളിന് പകരമായി മറ്റൊരു ക്ഷേത്രം പണിയുവാനുമുള്ള അവകാശങ്ങൾ നൽകി. അങ്ങനെ പണിത രണ്ടാമത്തെ ക്ഷേത്രമായിരുന്നു ദ സെക്കൻഡ് ടെമ്പിൾ അല്ലെങ്കിൽ ജൂതന്മാരുടെ വിശുദ്ധമായ രണ്ടാം ക്ഷേത്രം. പിന്നീട് അതിനുശേഷം ഈ ഒരു പ്രദേശം അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ കൈകളിൽ എത്തുകയും അദ്ദേഹത്തിൻ്റെ മരണശേഷം സെലൂസിഡ് എംപയർ ഈ ഒരു പ്രദേശത്തിന് മുകളിൽ അധികാരങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ BC 2-ാം നൂറ്റാണ്ടോടുകൂടി ഒരു കലാപം നടക്കുകയുണ്ടായി. ആ കലാപം അറിയപ്പെടുന്ന പേരാണ് മക്കാബിയൻ റിവോൾട്ട് എന്ന പേരിൽ. അങ്ങനെ മക്കാബിയൻ റിവോൾട്ട് നടക്കുകയും ഈ റിവോൾട്ടിലൂടെ ജൂതന്മാർ സെലൂസിഡ് സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കുകയും ഹസ്മോനിക് കിങ്ഡം എന്ന പേരിൽ പുതിയൊരു രാജവംശം അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ ജൂതന്മാർക്ക് ഇൻഡിപെൻഡൻസ് ഉള്ള ഒരു പുതിയ രാജവംശമായി ഈ ഒരു പ്രദേശം മാറുകയും ചെയ്തു. BC 63 ആകുന്നതോടുകൂടി റോമൻസ് ഇവിടേക്ക് കടന്നു വരികയും റോമൻസിൻ്റെ കടന്നു വരവോടുകൂടി ജുഡിയ എന്നറിയപ്പെട്ടിരുന്ന ഈ ഒരു പ്രദേശം റോമൻസിൻ്റെ ക്ലൈം സ്റ്റേറ്റ് ആയിട്ട് മാറുകയും അനേകം പ്രശ്നങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഇതിൻ്റെ ഫലമായി റോമൻസിനും ജൂവിഷ് ജനതയ്ക്കുമിടയിൽ ഒരു യുദ്ധത്തിലേക്ക് നയിക്കുകയും ജൂതന്മാരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദുഃഖകരമായ അധ്യായങ്ങളിലൊന്നായി ഈ ഒരു യുദ്ധം മാറുകയും ചെയ്തു. ഈ യുദ്ധത്തിൻ്റെ അനന്തരഫലമായി ജൂതന്മാരുടെ വിശുദ്ധമായ രണ്ടാം ക്ഷേത്രം തകർക്കപ്പെടുകയും ആയിരക്കണക്കിന് ജൂതന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ യുദ്ധത്തിൻ്റെ പരാജയത്തിന് ശേഷം 132-ാം ആണ്ട് ആകുന്നതോടുകൂടി സൈമൺ ബാർക്കോബയുടെ നേതൃത്വത്തിൽ ബാർക്കോബ റിവോൾട്ട് ആരംഭിക്കുകയും എന്നാൽ ഈ റിവോൾട്ടിലും ജൂതന്മാർ ദയനീയമായി പരാജയപ്പെട്ടു പോകുന്നു. ഇതിനുശേഷം ജൂതന്മാരെ അടിമകളാക്കി മാറ്റുകയും ജൂതമതം ഈ പ്രദേശത്ത് പിന്തുടരുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അതിനെ തുടർന്ന് ജുഡിയ എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം റോമൻസ് പാലസ്തീന എന്ന പേരിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിനുശേഷം 4-ാം നൂറ്റാണ്ട് ആകുന്നതോടുകൂടി റോമൻ എംപയർ ക്രിസ്തുമതം സ്വീകരിക്കുകയും ജെറുസലേമിന് ചുറ്റുമായി അനേകം വിശുദ്ധ നിർമ്മിതികൾ നിർമ്മിക്കുകയും ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ ബാർക്കാവോ റിവോൾട്ടോടു കൂടി തന്നെ ജൂതന്മാർ പുറത്താക്കപ്പെട്ട ഇവിടേക്ക് റോമൻ എംപയറിന് കീഴിൽ പണി കഴിപ്പിച്ചിട്ടുള്ള അനേകം ദേവാലയങ്ങൾ ദർശിക്കുവാനായി അനേകം തീർത്ഥാടകരും വന്ന് എത്തിച്ചേർന്നു. അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ വർഷം 683 ആകുന്നതോടുകൂടി പ്രോഫറ്റ് മുഹമ്മദ് മരണമടയുകയും ബസാൻറ്റൈൻ എംപയറിൻ്റെ കയ്യിൽ നിന്നും ഇസ്ലാമിക് പട്ടാളം ജെറുസലേമിനെ പിടിച്ചടക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ജെറുസലേമും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളും ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വരികയും പണ്ട് ജൂതക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലത്ത് പുതുതായി അലക്സ മോസ്ക് പണി കഴിപ്പിക്കുകയും ചെയ്തു. ശേഷം 11-ാം നൂറ്റാണ്ട് ആകുന്നതോടുകൂടി പോപ്പ് അർബൻ 2-ാമൻ്റെ പ്രസംഗത്തെ തുടർന്ന് ഒന്നാം കുരിശു യുദ്ധത്തിന് തുടക്കം കുറിക്കുകയും വിശുദ്ധ ഭൂമിയായ ജെറുസലേം മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കുവാനായി ക്രിസ്ത്യൻ നൈറ്റുകൾ മാർച്ച് നടത്തുകയും അങ്ങനെ ഈ ഒരു പ്രദേശം അവരുടെ കൈകളിലേക്ക് എത്തുകയും കിങ്ഡം ഓഫ് ജെറുസലേം അവിടെ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു നൂറ്റാണ്ടോളം അവരുടെ നിയന്ത്രണത്തിൽ ജെറുസലേം തുടരുകയും വർഷം 1187 ആകുന്നതോടുകൂടി മുസ്ലിം ലീഡറായ സലാദിൻ ബാറ്റിൽ ഓഫ് ഹത്തീൻ വഴി ഈ ഒരു പ്രദേശം
തിരികെ പിടിക്കുകയും ചെയ്തു. പിന്നീട് 1517 ഓട്ടോമൻ എംപയറിന് കീഴിൽ പാലസ്തീൻ ഉൾപ്പെടുന്ന ഈ പ്രദേശങ്ങൾ വരികയും പിന്നീടുള്ള 400 വർഷത്തോളം അവർ അവിടെ ഭരണം നടത്തുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് 1896 ആകുന്നതോടുകൂടി തിയോഡർ ഹെർഷലിന്റെ നേതൃത്വത്തിൽ സയോണിസ്റ്റ് പ്രസ്ഥാനം ആരംഭിക്കുന്നത്. യൂറോപ്പ്, റഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ ജൂതന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളിൽ നിന്നും രക്ഷ നേടുവാനുള്ള ഒരേയൊരു മാർഗം ജൂതന്മാർ അവരുടെ ഹോംലാൻഡ് ആയിട്ടുള്ള പാലസ്തീനിലേക്ക് തിരിച്ചു വരുന്നത് മാത്രമാണെന്നും അവിടെ മാത്രമേ ജൂതന്മാർക്ക് ആത്മാഭിമാനത്തോടുകൂടിയും സുരക്ഷയോടുകൂടിയും ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ പ്രസ്ഥാനം വിശ്വസിച്ചു. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ളൊരു ജൂയിഷ് ഇമിഗ്രേഷൻ പാലസ്തീനിലേക്ക് നടക്കുകയും വലിയ രീതിയിൽ ഈ ഒരു പ്രദേശത്തെ ജനസംഖ്യ വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ എത്തിയ ജൂയിഷ് ജനത വലിയ രീതിയിൽ ഭൂപ്രദേശങ്ങൾ പണം കൊടുത്ത് മേടിക്കുകയും കാര്യങ്ങൾ ഇങ്ങനെ പോകവെയാണ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഓട്ടോമൻ എംപയറിനെ തോൽപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ ആധിപത്യം സ്ഥാപിക്കുവാനായി ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ആയിരുന്ന ആർതർ ബെല്ലുഫോർട്ട് മുന്നോട്ട് വെച്ച ആശയം ഈ പ്രദേശത്ത് വസിക്കുന്ന ജൂത സമൂഹത്തെ താങ്കളുടെ കൂടെ നിർത്തുക എന്നതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1917 ബാൽഫോർ ഡിക്ലറേഷൻ എന്ന ഒരു പ്രഖ്യാപനവും നടത്തുകയുണ്ടായി. അതായത് ഈ ഒരു യുദ്ധം ജയിക്കുകയാണെങ്കിൽ പാലസ്തീൻ എന്ന പ്രദേശത്ത് ജൂതന്മാർക്ക് സ്വന്തമായി ഒരു രാജ്യം നൽകാമെന്നുള്ള ഒരു വാഗ്ദാനം നൽകുന്നു. ജൂതന്മാർക്ക് ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകിയതിനൊപ്പം തന്നെ അറബ് ജനതയ്ക്ക് മറ്റൊരു വാഗ്ദാനവും നൽകുന്നു. അതായത് ഓട്ടോമൻ എംപയേഴ്സിനെതിരെ നിങ്ങൾ യുദ്ധത്തിന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇവിടെ ഒരു രാജ്യം നൽകാമെന്ന പേരിൽ. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുകയും ബ്രിട്ടൻ ജൂതന്മാരെ കൂടുതലായി സപ്പോർട്ട് ചെയ്യുകയും ഈ ഒരു ഭാഗത്തേക്ക് കൂടുതലായി ജൂയിഷ് ജനത കടന്നു വരികയും ചെയ്തു. ശേഷം 1920-നും 1930-നും ഇടയിൽ യൂറോപ്പിലെ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞതോടുകൂടി ജൂയിഷ് ജനതയുടെ ഇങ്ങോട്ടുള്ള കടന്നുകയറ്റം പിന്നെയും വർദ്ധിക്കുകയും ഇതേ തുടർന്ന് അവിടെയുണ്ടായിരുന്ന അറബ് ജനതയ്ക്കും ബ്രിട്ടീഷുകാർക്കും ജൂതന്മാർക്കുമിടയിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ബ്രിട്ടീഷുകാർ താൽക്കാലികമായി ഈ ഒരു ഭാഗത്തേക്കുള്ള ജൂയിഷ് ഇമിഗ്രേഷൻ നിർത്തിവെക്കുകയും എന്നാൽ ഇതിനുശേഷം വലിയ രീതിയിൽ ഹിറ്റ്ലറുടെ ഭാഗത്തു നിന്നും ജൂയിഷ് ഹോളോകോസ്റ്റ് ഉണ്ടാകുകയും ജൂയിഷ് ജനതയുടെ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ബ്രിട്ടന് മുകളിൽ കടുപ്പിക്കുകയും ചെയ്യുന്നു. ശേഷം രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയും ബ്രിട്ടീഷുകാർ ഇസ്രയേലിനും പാലസ്തീനും ഇടയിലുള്ള ഈ ഒരു പ്രശ്നം പുതുതായി രൂപം കൊണ്ട ലോകരാജ്യങ്ങളുടെ സംഘടനയായ യുണൈറ്റഡ് നേഷന് മുമ്പിലേക്ക് സമർപ്പിക്കുകയും ഇതിനെ തുടർന്ന് 1947 യുണൈറ്റഡ് നേഷൻ ഒരു വിഭജന പത്രിക അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻ്റെ ഒരു പാർട്ടീഷൻ പ്ലാൻ കൊണ്ടുവരികയും പാലസ്തീനെ 2 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിച്ചുകൊണ്ട് ജൂതന്മാർക്ക് ഭൂരിപക്ഷമുള്ള ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം, അറബ് ജനതയ്ക്ക് ഭൂരിപക്ഷമുള്ള പാലസ്തീൻ എന്ന് പറയുന്ന മറ്റൊരു രാജ്യവും നിർമ്മിക്കുവാനായി പദ്ധതിയും ഇടുന്നു. അങ്ങനെ ഈ ഒരു പദ്ധതി ഇസ്രയേൽ അംഗീകരിക്കുകയും എന്നാൽ പലസ്തീനും അറബ് മുസ്ലിങ്ങളും ഈ ഒരു പദ്ധതി അംഗീകരിക്കാതിരിക്കുകയും ചെയ്തു. കാരണം മിഡിൽ ഈസ്റ്റിൽ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നത് അവർക്കൊരു രീതിയിലും അംഗീകരിക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. ഇതിനെ തുടർന്ന് 1948 മെയ് 14 ആകുന്നതോടുകൂടി ബ്രിട്ടീഷുകാർ പിന്മാറുകയും സ്റ്റേറ്റ് ഓഫ് ഇസ്രയേൽ എന്ന് പറയുന്ന പുതിയൊരു രാജ്യം രൂപം കൊള്ളുകയും ചെയ്തു. അതിന് പിറ്റേ ദിവസം തന്നെ ഈജിപ്തും ജോർദാനും സിറിയയും ലെബനനും ഇറാഖും ചേർന്ന് 1948 ഇസ്രയേലിന് മുകളിൽ ആക്രമണം നടത്തുകയും പക്ഷേ വലിയ രീതിയിലുള്ളൊരു പരാജയം അവർക്ക് ഏറ്റുവാങ്ങേണ്ടതായിട്ടും വന്നു. അങ്ങനെ ഇതിനെ തുടർന്നിട്ട് പലസ്തീനിൻ്റെ വിവിധ ഭാഗങ്ങൾ അവരെ സഹായിക്കാനായിട്ട് വന്ന ഈ രാജ്യങ്ങൾ കൈയടക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു പാർട്ടീഷൻ പ്ലാൻ ഇസ്രായേൽ അംഗീകരിക്കുകയും പലസ്തീൻ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ആരംഭം കുറിക്കുന്നത്. ഇനി ഇങ്ങനൊരു രാജ്യം അവിടെ രൂപീകരിക്കപ്പെടാമോ എന്നൊരു സംശയം ചോദിക്കുന്നവരുണ്ട്. 1945-നും അതുപോലെ തന്നെ 1960-നും ഇടയിലാണ് ലോകത്ത് വിവിധ രാജ്യങ്ങളെ രൂപം കൊള്ളുന്നത്. ഉദാഹരണം പറയുന്നത് ഡീകോളനൈസേഷൻ നടക്കുന്നു. ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പല പല നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങളെല്ലാം ചേർത്തിട്ടാണ് പല രാജ്യങ്ങളും രൂപം കൊള്ളുന്നത്. ഇന്ന് ഏതെങ്കിലും നാട്ടുരാജ്യം വന്ന് ചോദിക്കുകയാണ് ഇത് ഞങ്ങളുടെ രാജ്യമാണ്, നിങ്ങൾ ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നുള്ള പലരും അത് അംഗീകരിക്കത്തില്ല. ഇതേ കാര്യം തന്നെ
അതായത് 1945-നും 1960-നും ഇടയിലാണ് ലോകത്ത് പ്രോപ്പറായിട്ടുള്ള രാജ്യങ്ങളൊക്കെ രൂപം കൊണ്ടുവരുന്നത്. അങ്ങനെ രൂപം കൊണ്ടുവന്ന 2 രാജ്യങ്ങൾക്ക് അത് അംഗീകരിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇതേ കാര്യം തന്നെ നമ്മൾക്ക് വെസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അനേകം രാജ്യങ്ങൾ രൂപം കൊണ്ടുവന്നതായിട്ട് കാണാം. ഈസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനേകം രാജ്യങ്ങൾ അവിടെയും രൂപം കൊണ്ടുവന്നതായിട്ട് കാണാം. ഈ രാജ്യങ്ങളൊക്കെ ഇത് അംഗീകരിക്കപ്പെട്ട സമയത്ത് മിഡിൽ ഈസ്റ്റ് അന്ന് അതിന് പകരം ഓക്കെ അവരവിടെ ജൂതമതം വന്നു, ജൂതരാഷ്ട്രം വന്നു, അതിൽ ഇസ്രയേൽ എന്ന് പറഞ്ഞ് നിലനിൽക്കുന്നു. ബാക്കി പകുതി പലസ്തീൻ എന്ന് പറഞ്ഞ് ഇവിടെയും ഉണ്ടായിരുന്നു. ഇത് അംഗീകരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ മിഡിൽ ഈസ്റ്റിൽ ഒരു ജൂതരാജ്യം വരുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിന് പോകേണ്ടതായിട്ടുള്ള കാര്യമില്ല. യുദ്ധത്തിന് പോയിട്ട് എന്തായി? യുദ്ധത്തിന് സഹായിക്കാൻ വന്നവർ തന്നെ പലസ്തീനിലെ പല പ്രദേശങ്ങളും അവർ പിടിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഗാസ ഈജിപ്ത് പിടിച്ചെടുത്തുകൊണ്ട് പോയി. അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്ക് അപ്പുറത്തുള്ളത് ജോർദാൻ പിടിച്ചെടുത്തുകൊണ്ട് പോയി. അവസാനമൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് പിന്നീട് തിരിച്ച് പിടിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകളായിരുന്നു വന്നത്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ചരിത്രം. പിന്നീട് അനേകം യുദ്ധങ്ങളല്ലാതെ ഉണ്ടാകുന്നുണ്ട്. അത് മറ്റൊരു ചരിത്രം. ഞാനിതിൻ്റെ കോറായിട്ടുള്ള റീസണിലേക്ക് എത്തുകയായിരുന്നു എൻ്റെ ഉദ്ദേശം. അതായത് എന്താണ്, എവിടെ നിന്നുമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ആരംഭിച്ചത് എന്നുള്ളത്. ഇപ്പോൾ നടക്കുന്ന പ്രശ്നം നമുക്ക് മറ്റൊരു പെർസെപ്ഷനിൽ കാണാം. നമുക്കതിനെ ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കേണ്ട. അതും ഇതും വേറെ. ഓക്കെ. സോ എന്താണ് അടിസ്ഥാനപരമായി ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം എന്നാണ് ഞാൻ ആക്ച്വലി പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒക്കെ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ടാറ്റാ ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.